വട്ടപ്പാറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. എത്ര ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞു പോയത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ദുരന്തങ്ങളിൽപ്പെട്ട് ഒരുപാട് പേർ മരിച്ചു. അപകടങ്ങൾ നിത്യ സംഭവമായി. കഴിഞ്ഞ ദിവസം ദാരുണമായി മരിച്ചത് ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളാണ്. ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്തിരുന്ന ആ ബാല്യത്തെയും മരണം വെറുതെ വിട്ടില്ല. ദുരന്തമുഖത്ത് ബാക്കിയായത് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു. റംസാനിലെ നോമ്പ് നോറ്റ് പെരുന്നാൾ ഉറ്റവർക്കൊപ്പം ആഘോഷിക്കാൻ വിദേശത്തു നിന്ന് എത്തിയ ഉസ്മാന് ഇനി മടക്കയാത്രയില്ല. മരണം ഉസ്മാനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഉസ്മാന്റെ പത്നി ഫൗസിയയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഫൗസിയയുടെ വീട്ടിലെ ഇഫ്താർ സൽക്കാരത്തിന് പോയതായിരുന്നു അവർ. നോമ്പ് തുറയ്ക്ക് ശേഷം മൂത്ത മകൻ നിസാമിനെ ഭാര്യ വീട്ടിൽ നിർത്തി ഉസ്മാനും ഭാര്യയും മകളും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ തിരിച്ചു വരാത്ത യാത്രയായിരുന്നു അത്. കാവുംപുറത്തെ വീട്ടിലെത്താൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വട്ടപ്പാറ പ്രധാന വളവിനു താഴെ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട ലോറി വേഗതയിൽ ബൈക്കിനു മുകളിലൂടെ കയറിയിറങ്ങി. ഒന്നു നിലവിളിക്കുന്നതിന് മുൻപ് തന്നെ 3 പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഒരു നാടിന് തീരാ ദുഃഖവുമായാണ് ജീവിതത്തിൽ നിന്നവർ യാത്രയായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാളിയാലയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങുമ്പോൾ ഉസ്മാൻ പ്രതീക്ഷയോടെ പടുത്തുയർത്തിയ പുതിയ വീടിനും നാഥനില്ലാതാകുന്നു. പണി പൂർത്തീകരിച്ച് പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ഉസ്മാനും കുടുംബവും. സഹപാഠിയെ അവസാനമായൊന്നു കാണാൻ നിറഞ്ഞ കണ്ണുകളുമായി നിഹാനയുടെ കൂട്ടുകാരും അധ്യാപകരും എത്തി. ഒരു നാട് തേങ്ങുമ്പോൾ അവർ 3 പേരും ഒരുമിച്ച് യാത്രയായി. മൃതദേഹങ്ങൾ കാളിയാല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ന്യൂസ്.